ഏതെങ്കിലും ടീച്ചർ വന്ന് ഗ്രാമർ എടുത്തായിരുന്നോ? ഞങ്ങള് കണ്ടില്ല. എവിടെ എടുത്തോണ്ട് പോയി? എടാ ഗ്രാമർ, മലയാളത്തിന്റെ ഗ്രാമർ എടുത്തോ? ഇല്ല ഇല്ല ഇല്ല. എന്നാ ഇന്ന് നമുക്ക് ഗ്രാമർ പഠിക്കാം. കർത്താവ്, കർമ്മം, ക്രിയ. രാമുവിനെ പശു തൊഴിച്ചു. എന്താ പണിയാ കാണിച്ചത്? ഇതിനകത്ത് പറയുന്ന കേക്ക്, രാമുവിനെ പശു തൊഴിച്ചു. ഇതിനകത്ത് കർമ്മം എവിടെ? രാമുവിന്റെ വീട്ടുവളപ്പിൽ തന്നെ നടക്കും. പശു അല്ലയോ തൊഴിച്ചേ? കർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിച്ചു. ഓ, തൊഴിച്ചെന്നോ? എടാ പറഞ്ഞു മനസ്സിലായോ? ഈ തൊഴിക്ക് പറയുന്ന കർമ്മം എന്നാ. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ മിക്ക ദിവസം ഈ കർമ്മം നടക്കാറുണ്ട്. അച്ഛൻ പണിയും കഴിഞ്ഞിട്ട് അങ്ങ് കർമ്മം ചെയ്യും, അമ്മയും കർമ്മം ചെയ്യും. കർമ്മത്തിന്റെ ബഹളം ഇവരോട്. ഒരു അടിയാണെങ്കിൽ തരും കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ലാസ് ഇരുന്നുകൊണ്ട് സംസാരിക്കരുത്, പറയുന്നതൊന്നും കേൾക്കരുത്. അതിനപ്പുറത്ത് കയറി സംസാരിച്ചോണം. അഖിലേ, എന്നോടോ? എഴുന്നേറ്റേ. ആ 4 പട്ടിയെന്നില്ലേ? 4യോ? ഒരു 4 4 ഒരു 4 4 24 24 4 കിടന്നാലും 4 4 4. എടാ 24 8 4 8. അതെ, അനക്ക് എഴുന്നേറ്റേ. 8ന്റെ പട്ടികയല്ലോ. 8ന്റെ 2 4 8ന്റെ പണിയായത്. 8ന്റെ പട്ടികയല്ലോ. 8ന്റെ 1 8 16. ആരുടെ? എന്റെ. എടാ 2 8 16. 2 8 16. മൂക്കെട്ട് മൂവെട്ട്. നോക്കട്ടെ. മര്യാദക്ക് 2 പേരും നാളെ പട്ടിയെ പിടിച്ചോണ്ട് വന്നേ കേട്ടോ. ഇന്ന് ഞാൻ ആരെ കണ്ടിട്ടാണ് ഇറങ്ങിയത്? മൈനെ കണ്ടു. അടുത്തത് 6നെ 2ആയി ഭാഗിച്ചാൽ എന്ത് കിട്ടും? 6നെ 2ആയി ഭാഗിച്ചാൽ വെടിക്കെട്ട് 2 ഡാം ഉണ്ടാക്കാം. എന്തിനു പഠിക്കാൻ വരുവാടാ നീക്ക്? വെടിക്കെട്ട് 2 ഡാം ഉണ്ടാക്കാം. കണക്കിന്റെ ബുക്ക് എടുത്തു നോക്ക്. ഹിസ്റ്ററിയുടെ പുസ്തകം കൊണ്ട് എടുത്തേ. സാറേ, ഹിസ്റ്ററിയുടെ പുസ്തകം അങ്ങോട്ട് എടുക്കാൻ പറ. ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം എവിടെ? സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരി? എടാ മൈസൂർ. അത് പറഞ്ഞു വരട്ടെ. സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് ആ ചുരം ഞാൻ കയറി വരണ്ടേ? അതിന് സാറിനെ പറയാൻ തുടങ്ങി. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത് എങ്ങനെ? ജീപ്പിലോ? പോലീസുകാരല്ലേ? പോലീസുകാരാണ്. പോർച്ചുഗീസുകാർ അതെനിക്കറിയത്തില്ല. എഴുന്നേറ്റ് പറ. കപ്പയും കൊണ്ട് പുഴുങ്ങി തേട്ട് പായി കയറി കിടക്കാനാണോ അവര് വന്നത്? അതോടാ അല്ല, അങ്ങനെ സാധനം പായ് കപ്പലിൽ. അതാ ഞാൻ ഉദ്ദേശിച്ചല്ല. ISROയുടെ പിതാവ് ആര്? പറ. അനന്ത് പറ. ഇവനാ? ഞാനോ? ISROയുടെ പിതാവ്. എപ്പ സാറല്ലേ വരുന്ന അന്നേരം അയ്യോ സാറോ. എടാ അതല്ല, എടാ വിക്രം സാരാഭായ്. സാരാഭായി. ഇപ്പൊ മനസ്സിലായല്ലോ, ഈ ഭായിമാരൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ടികളല്ല. കഴിവുള്ളവരുണ്ട് ഇതിനകത്ത്. ഉണ്ട്. അടുത്തത്, താജ്മഹൽ പണി കഴിപ്പിച്ചത് ആർക്കു വേണ്ടി? മുംതാസ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? പിന്താസോ? എടാ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഷാജഹാൻ. ഒരു ഉത്തരവിൽ നിന്ന് എന്റെ ശരിയായിട്ടില്ല. പഠിക്കണോടാ. ഇവിടെ കേൾക്കണം. ലോകത്തിലെ 2 അത്ഭുതങ്ങൾ. 7 ഉണ്ട്. 7 അത്ഭുതങ്ങളാണുള്ളത്. 2 എണ്ണമെങ്കിലും നീ ഒന്ന് പറയുന്നു. കറക്റ്റ് പറ. അനന്ത് പറ. ചൈനയിലെ വെഞ്ചരൽ. വൻപയർ. എടാ അത് ചീത്തയാണത്. അയ്യോ, ഞാൻ മതിലെന്നാ പറഞ്ഞേ. അങ്ങനെ മതിൽ എന്നാ പറഞ്ഞ. ചൈനയുടെ വൻമതിൽ. തെറ്റിക്കരുതേ. ഇല്ല. രണ്ടാമത്തെ ഒരു അത്ഭുതം ഉണ്ടല്ലോ, അത് അഖില് പറഞ്ഞേ. കുട്ടപ്പനാര്? കുട്ടപ്പൻ നിന്റെ ഉപ്പാപ്പൻ. ചരിഞ്ഞു നിൽക്കുന്ന പിസയല്ലടാ, ബർഗർ. അത് തിന്നുന്ന സാധനമാ. എടാ അതിന്റെ പേരെന്തുവാന്നാ ചോദിച്ചത്? ഞങ്ങൾക്കറിയത്തില്ല. സാറെന്ന് പറ. എന്താ പറഞ്ഞു സാറേ? ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഈ ചരിഞ്ഞിരിക്കുന്നൊന്നും വലിയ അത്ഭുതപ്പെടാനില്ലെന്നാ ടീച്ചർ. പിന്നീട് നോക്കാം. ഏറ്റവും സംസാരിക്കരുത്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? അടുക്കള ഭാഗത്തോ? അവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല സാറേ. കൂടുതൽ അവിടെ കിട്ടുന്നേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? കേരളത്തിലല്ലേ എന്റെ വീട് ഇരിക്കുന്നേ. ഇനി അഥവാ ഞാൻ ഇനി പോയി എവിടെ ഇത് ലഭിക്കുന്നതെന്ന് നോക്കാം. അമ്മ മഴയെ തുറക്കുവോ? ഇറക്കി വിടുവോ? എങ്ങനെ കണ്ടുപിടിക്കും? അത് സത്യമല്ലേ? ഞാൻ എപ്പോഴും ഞാൻ അങ്ങോട്ട് വരുമല്ലയോ. ഒരു പ്രാവശ്യം സാർ ഇങ്ങോട്ട് പോയി. എന്തായാലും നല്ലതിനല്ല. ഞാൻ ആവശ്യക്കാരനായി പോയില്ലേ, ഞാൻ അങ്ങോട്ട് വരാം. കേരളത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്ന എവിടെ? ലക്കട.
ലക്കടയോ? ആ ലക്കട എന്നാടാ ലക്കടി. ആ ഞാൻ ആരെ എടി പോടിയെന്ന് വിളിക്കുന്നത്. ഞങ്ങളെ അമ്മ അങ്ങനൊന്നും അല്ല എന്നെ പഠിപ്പിക്കുന്നത്. അത് ന്യായമാണ്. പിന്നല്ല. ആ ഇനി ഹിസ്റ്ററിക്കകത്ത് എന്തെങ്കിലും സംശയം ചോദിക്കാണ്ടോ? സാറേ എനിക്കൊരു സംശയമുണ്ട്. ആ എന്താ പറ. എനിക്ക് സംശയം ചോദിക്കുന്നവർ ഭയങ്കര ഇഷ്ടമാകില്ലേ? ഈ വാസ്കോഡ് ഗാമയുടെ വീട്ടുപേരെന്തുവാ? തടത്തിൽ പുത്തൻ വീട്. മറക്കാതെ എഴുതിയതാ അത്. എടാ അത് എന്റെ വീട്ടുപേരാന്ന്. വാസ്കോഡ് ഗാമയുടെ വീട്ടുപേരാ അത്. എന്തുവാന്ന് എന്തിനു വരുവാടാ നീയൊക്കെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ ഹിസ്റ്ററിയുടെ പുസ്തകം മടക്കി വെക്കും. ഫിസിക്സിന്റെ പുസ്തകം. ഫിസിക്സിന്റെ ആ ഫിസിക്സ് അഥവാ ഭൗതിക ശാസ്ത്രം. ദ്രവ്യത്തെയും ഊർജത്തെയും പറ്റിയുള്ള പഠനമാണ് ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സ്. എന്തു പറയും? എന്തോ പറയുന്ന സാർ ഇങ്ങനെ പോകുന്നു. എടാ ഫിസിക്സ് എന്ന് പറയുമെന്ന് ആര് പറയും? ഞാൻ പറയുമോ? സാറ് പറഞ്ഞാ മതി. പിന്നെ ഞാൻ പറഞ്ഞതേ കാണത്തുള്ളൂ. എനിക്ക് ഇന്നാളെ ഇതുപോലെ ഒന്ന് പറ്റിയില്ല. എന്തോ പ്രശ്നമായിരുന്നു അറിയാം. ഞാൻ ഏതാണ്ട് പറഞ്ഞു. അനന്തുവേ ഞങ്ങൾ അച്ഛൻ പോലും ഓടിയില്ല. ഞാൻ പറയത്തില്ല. വെറുതെ അടി മേടിച്ചു കൂട്ടാ. പിന്നെ ഗ്രാവിറ്റി എന്നാൽ എന്ത്? അഖിൽ എഴുന്നേറ്റ് പറ. മൂന്നാറ് മലനിരകളിൽ ഇത്രയും വളർന്നൊരു ചെടി, അതിന്റെ ഇല പറിച്ചിട്ട് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് AVT. എടാ അത് AVT തേയില. പിന്നെന്താ ചോദിച്ചേ? ഗ്രാവിറ്റി എഴുന്നേറ്റ് പറ. ഗ്രാവിറ്റി എഴുന്നേറ്റ് പറ. ഭൂമി എല്ലാ വസ്തുക്കളെയും അങ്ങ് ഡൽഹിയിലേക്ക് ആകർഷിക്കുന്നു. ഡൽഹിയിലേക്കോ? കേന്ദ്രത്തിലേക്ക്. അപ്പൊ ശരിയായ ഗ്രാവിറ്റി എന്ന് പറയുന്നു. അത് ഫില്ലാക്കത്. അതിന് ഗ്രാവിറ്റി എന്ന് പറയുന്നു. ആ കുറച്ചു നേരം ഈ പഠിത്തമൊക്കെ മാറ്റി നിർത്തിയാൽ നിങ്ങൾ പടമൊക്കെ വരയ്ക്കും. ഡ്രോയിങ് ഒക്കെ ഇഷ്ടമാണോ? ആ കുറച്ചൊക്കെ വരയ്ക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാള് അനന്തു ഒരു ഞാൻ പറയുന്ന ഒരു ചിത്രം അവിടെ ബോർഡിൽ വരച്ചേ. സാറേ വിഷയം പറ. വിഷയം എന്ന് പറയുന്നത് ഒരു പുഴക്കരയിൽ ഒരു കൃഷിക്കാരൻ മീൻ പിടിച്ചോണ്ടിരിക്കുന്നു. ആ അത് വരയ്ക്കേ. ഒരു ഭയങ്കര മഴയുള്ള സമയമാണ് അല്ലേ? പെട്ടെന്ന് അനന്ത് വരച്ചു. വരച്ചോ? ആ എന്ത് ചൂണ്ടയിടുന്നേ? മീനെ പിടിക്കുന്ന ചൂണ്ടയിടുന്നത്. ചൂണ്ട വേണ്ടേ? മനുഷ്യൻ എന്തിയേ? ഈ മഴയത്ത് അയാൾ അവിടെ ഇരിക്കും. അയാൾ വള്ളപ്പരെ പോയിരിപ്പുണ്ട്. എന്റെ ദൈവമേ. എടാ എന്തുവാടാ ഈ വരച്ചു വെക്കുന്നത്? എനിക്കറിയാവുന്ന ഒരാളെ ഞാൻ വരച്ച. പുള്ളിക്ക് പനിയാ. പോയിരി നിന്നെ ഇനി നന്നാക്കിയിട്ട് കാര്യമില്ല. അഖിലേക്ക് വേണം. അഖിലേക്ക് വേണം. ഞാൻ പറയുന്ന ചിത്രം അങ്ങോട്ട് വരയ്ക്കാം. ഒരു പാവപ്പെട്ട കൃഷിക്കാരന്റെ വീട് കൊണ്ട് വരയ്ക്കാം. പെട്ടെന്ന് തുടയ്ക്കും. സമയമില്ല. എന്തുവാ അത്? വീട് എന്തിയേ? സാറേ പാവപ്പെട്ടോണ്ട് വിടില്ലയോ? ലൈഫ് ലൈനിൽ നിന്ന് കിട്ടിയതാ. ഒരു ഗഡുവേ കിട്ടിയുള്ളൂ. ബേസ്മെന്റ് കെട്ടാനേ കിട്ടിയുള്ളൂ. സാറേ പാവം പിടിച്ചവന്റെ വീടും ബുദ്ധിമുട്ടും സാറിന് അറിയാത്തോണ്ടാ. ഈ തറ കെട്ടി ഇനി എത്ര നാൾ കിടക്കുമെന്നറിയാം. എന്തുവാടാ? പിന്നെ ഇനി നിങ്ങളോടൊരു ദുഃഖ വാർത്ത ഞാൻ പറയുവാണ്. ദുഃഖ വാർത്തയോ? 16-ാം തീയതി ഞാൻ വിരമിക്കാൻ പോവാ. അയ്യോടാ. സാറ് പറഞ്ഞ നിനക്ക് മനസ്സിലായോ? ഇല്ല. 16-ാം തീയതി സാറ് മരിക്കാൻ പോവാണ്. എന്നാ വല്ല കടം വല്ലതും കാണും. അങ്ങനെ ആണെങ്കിലുണ്ടല്ലോ സാറിന്റെ നെഞ്ചത്ത് റീത്ത വെക്കണം. റീത്ത അപ്പുറത്തെ ക്ലാസ്സിലെ അതല്ലടാ, പൂ വെച്ച് ഉണ്ടാക്കി വെക്കത്തില്ലോടാ. അല്ല അത് ബൊക്ക ആണോ? വെക്കണോടാ. നമ്മളെ പഠിപ്പിച്ച സാറല്ലോടാ. എന്തുവാടാ പറയുന്നോണ്ട്? സാറ് മരിക്കാൻ പോവാന്ന്. ഞാൻ മരിക്കാൻ പോവാന്നാന്നോ പറഞ്ഞത്? ഞാൻ വിരമിക്കാൻ പോവാണെന്ന്. വിരമിക്കാൻ പോവാന്ന്. ഓ എന്തുവാണ് അത് പറഞ്ഞാൽ പോലും മനസ്സിലാകത്തില്ല. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എഴുന്നേറ്റ് വന്നേ. അടിക്കാനല്ലെങ്കിൽ വന്നേ. അടിക്കാനാണ് ഞാൻ. അനന്ത് ഇപ്പുറത്ത് വാടാ. അവിടെ നിന്ന് ഒതുങ്ങാതെ. എടാ നിങ്ങളെ വഴക്ക് പറയുന്നതും അടിക്കുന്നതൊക്കെ നിങ്ങൾ നന്നാകാൻ വേണ്ടിയാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ കുട്ടികളെല്ലാം ഡോക്ടർമാര്, അഡ്വക്കേറ്റ്, ജില്ലാ കളക്ടർ വരെ ആയിട്ടുണ്ട്. എന്നിട്ടും സാർ ഇവിടെ തന്നെ കിടക്കുക. സാർ ഇവിടെ കിടന്ന് ഇന്ത്യയുടെ തലത്താനെ ഇവിടെ ഐസക് ന്യൂട്ടന്റെ തല വേണം ആപ്പിളെ കൂടാ തെറിച്ചു പോയെ വിളിക്കാൻ പോകുന്നു. സാറിന് എന്താ ഇവിടെ ഇങ്ങനെ നിന്നാ മതി? എടാ ഇത്രയും കാര്യം പറഞ്ഞിട്ട് പോലും നിങ്ങൾ നന്നാകത്തില്ലയോ?